ഹലോ ഗൈസ്. ഹായ് ഗൈസ്. നമ്മളിപ്പോ എവിടെ പോകുന്നവരാ? അനീഷ, നമ്മൾ എവിടെ പോകുന്നു? നമ്മള് ട്വിസ്റ്റഡ് റോൾസ് ചിമ്നി കേക്ക്. അവിടെ ദുബായ് ഭയങ്കര വൈറലായിട്ടുള്ള ദുബായ് ചോക്ലേറ്റിന്റെ കുറെ സാധനങ്ങൾ കിട്ടും. ദുബായ് ചോക്ലേറ്റ് അല്ല, ദുബായ് ചോക്ലേറ്റ് സ്ട്രോബെറീസ്, പിന്നെ ദുബായ് ചോക്ലേറ്റ് ക്രെപ്പ് അങ്ങനെയൊക്കെ കിട്ടും. ഒരു വൈറലായിട്ടുള്ള സാധനം തിന്നാൻ മുമ്പ് ജസ്റ്റ് നമുക്ക് വീഡിയോ എടുക്കാം. ഭയങ്കര വൈറലായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഭയങ്കര എക്സ്പെക്ടേഷനിലാണ് പോകുന്നത്. ഞങ്ങൾ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു സ്ഥലം ഇവിടെ ഉള്ളത്. അപ്പോ അതിന്റെ എന്താ പറയാ, അതിന്റെ ക്ഷീണം തീർക്കാൻ ഞങ്ങൾക്ക് ആകെ വിഷമം. ഇത് കുറച്ച് ദിവസമായിട്ട് തുടങ്ങിയത് നമ്മൾ അറിഞ്ഞില്ല. ആക്ച്വലി എന്റെ അടുത്ത് കുക്കു കുറച്ച് ദിവസം മുമ്പ് വന്ന് പറഞ്ഞു. ഞാൻ വലിയ മൈൻഡൊന്നും കൊടുത്തില്ല. ഇന്ന് രാവിലെ ത്രീസാം എനിക്കൊരു വീഡിയോ അയച്ചു. അത് കൊണ്ടപ്പോ എനിക്ക് കൊതി വന്ന് ഞാൻ ട്രീസാം നമുക്ക് ഇപ്പൊ തന്നെ പോയി, ഇന്ന് തന്നെ പോണം. അപ്പൊ ട്രീസാം ഇന്ന് ബിസിയാണ്. അപ്പൊ ഞാൻ ബാക്കി എല്ലാവരും വിളിച്ചു, ഇവരൊക്കെ ഫ്രീ ആണ്. ട്രീസാമ ഫ്രീ അല്ല? ട്രീസാമ ഫ്രീ അല്ല. ഇന്ന് കുക്കിംഗ് ആയിരിക്കും. ഈസ്റ്റർ. ഇന്ന് ഈസ്റ്റർ പരിപാടി. സുന്ദരി ആവാനായിട്ട് ഇന്ന് ശ്രീസാമയ്ക്ക് ഇന്ന് ഒരു 5-6 മണിക്കൂർ വേണം. 5-6 മണിക്കൂർ ഒരുങ്ങാനായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത് ഈസ്റ്ററൊക്കെ അല്ലേ, പള്ളിയിൽ പോവാനായിട്ട് ഇത്ര ഒരുങ്ങേണ്ട കാര്യമുണ്ടോ? അതെ, ട്രീസാമ അങ്ങനെയാണ്. നമ്മളിപ്പോ ഈസ്റ്ററിന് എല്ലാവരും വരില്ലേ, നാട്ടുകാരൊക്കെ വരില്ലേ? പ്രാർത്ഥിക്കാനല്ലേ പോണേ, ഇത്രയ്ക്ക് ഒരുങ്ങും. 4 മണിക്കൂറൊക്കെ ഒരുങ്ങും. പ്രാർത്ഥന ഒരു സൈഡിൽ കൂടെ നടക്കും, പക്ഷെ ആളുകൾ കാണുമല്ലോ നമ്മളെ. അപ്പൊ അങ്ങനെ ട്രീസാം ഇന്ന് ബിസിയാണ്. പിന്നെ ഇവിടെ ഉള്ളവരൊക്കെ ചൊരം കുത്തിരിക്കായിരുന്നു. ഞങ്ങള് പള്ളിയിലൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ഒരുക്കൊക്കെ കുഴപ്പമില്ല, പിന്നെ നോക്കാം. ഇത് കഴിഞ്ഞിട്ടുള്ള ഒരുക്കുള്ളൂ. അപ്പൊ അത് കാരണം നമ്മളിപ്പോ വി ആർ ഓൺ ദ വേ. ഒരു 15 മിനിറ്റ്സ് ഇവിടെ ഒരു കഫേ. ഞാൻ ഇവിടെ പണ്ട് പോയിട്ടുണ്ട് ഒരിക്കൽ ഇതുപോലെ. ഈ തുടങ്ങിയ സമയത്ത് ദയും ഫ്രണ്ട്സ് ഒക്കെ പോയപ്പോ അവര് നല്ലതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഇങ്ങനെ വേറെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട്, വെറൈറ്റി സാധനങ്ങളൊക്കെ കിട്ടും. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര ഹൈ ഹോപ്പിലാണ് നമ്മൾ പോകുന്നത്. ഈ കൊച്ചിന്റെ ഈ പറച്ചില് കേട്ട് 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 എനിക്ക് പേടിയാവുന്നുണ്ട്. വിളിച്ചു ചോദിക്കാൻ ഞാൻ അപ്പോഴേ പറഞ്ഞതാ. ഉണ്ടാവും, ഇന്ന് സാറ്റർഡേ അല്ലേ? ഉണ്ടാവും ആ ഒരു പ്രതീക്ഷയില്. അപ്പൊ നമുക്ക് മുന്നോട്ട് പോയി ഇനി ഇവിടെ പോയി കാണാം. അതെ, നമുക്ക് അവിടെ വെച്ച് കാണാം. അപ്പൊ അവിടെ കുറച്ചുപേരും കൂടി ഉണ്ടാവും. അപ്പൊ നമ്മള് പിന്നെ വീഡിയോ എടുക്കാം. ഓക്കെ. നമ്മുടെ ക്ലബ് എന്ത് നോക്കൂ, ഒരാള് ചാടല്. കൺട്രിമെൻ, സോറി, കൺട്രിമെൻ. രാധുവിന്റെ കൺട്രിമെൻ, പുതിയ കൺട്രിമെൻ. മിനി കൺട്രി നോക്കൂ, പുതിയ കാറ് മിനി കൺട്രി. അതുകൊണ്ട് നമ്മൾ രാധുവിനെ കൺട്രി മിനി കൺട്രി അല്ല കൺട്രി രാധു അല്ല ഞാനൊരു കോഫിയാണ് ഗൈസ് പറഞ്ഞത്. ഞാൻ ഷേക്ക് പറയും, പക്ഷെ അത് വീട്ടിൽ കൊണ്ടുപോയി. കുട്ടികളുണ്ട്, അപ്പൊ അവർക്ക്. നിഷ ഭയങ്കര ഹെൽത്തി. ഞാൻ ഹെൽത്തി അല്ല. ഞാൻ പിസ്റ്റാഷ്യോ ഷേക്ക് ആണ് ഓർഡർ ചെയ്തത്. ദുബായ് അല്ല അല്ലേ? ദുബായ് അല്ല, ഇവിടെ ലോക്കലാ. ചിലപ്പോ പിസ്റ്റാഷ്യോന് ദുബായ് നിന്നാണോന്ന് അറിയില്ല. ഇതാണ് ഇവിടുത്തെ വൈറൽ സാധനം. ദുബായ് ചോക്ലേറ്റ് സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടായിരുന്നു. ദുബായ് ചോക്ലേറ്റിന്റെ പേര്. ചോക്ലേറ്റും ഉണ്ട്, കാണുന്നില്ല എന്നുള്ളൂ. അതിന്റെ പിസ്താഷ്യോ ഷേക്ക്. അല്ല, കൺട്രി രാധു. പിസ്താഷ്യോ ഷേക്ക്. എനിക്ക് ബാഗിലൊക്കെ ഇത് ക്രിപ്പ്. എനിക്ക് സ്പെഷ്യൽ ട്രീറ്റ്. അമ്മ ഇവിടുത്തെ ഒരു ലോഡ് സാധനങ്ങൾ. അത് കേക്ക്, ഇത് ക്രിപ്പ്. രാധിക പറയുന്നു അടിപൊളിയായിട്ടുണ്ടെന്ന്. നമുക്ക് തുറന്നു എനിക്ക് കൊതിന്റെ വായിന്ന് വെള്ളം വരുന്നുണ്ട്. അമ്മന് ഒട്ടും കൊതിയില്ല ഗൈസ്, വായിന്ന് വെള്ളമൊക്കെ വരുന്നുണ്ട്. അടി പൊട്ടി. സ്വന്തം സാധനം അടച്ചു വെച്ച് ഇതുവരെ തുറന്നിട്ടില്ല കേട്ടാ. ഇവിടെ ആക്രമികൾ. ആർത്തി മൂത്ത് മിസ് വാസന
അങ്ങനെ ലുക്കിംഗ് ഗുഡ്. അടിപൊളി. അടിപൊളി. ആടുവാ. വാസനയുടെ ദുബായ് ഹബ്ബ കേക്ക് ടേസ്റ്റ്. എന്താണ് ദുബായ് ഹബ ദുബായ് ഹബ്ബ കേക്ക്? ഹബീബി. നല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേക്ക്. നട്ടുള്ള എണ്ണയും തോന്നണു. അമ്മ റിവ്യൂ പറയൂ. തിന്നില്ല എല്ലാവരും sorry. ഞാൻ എനിക്ക് കിട്ടിയില്ല guys. എന്നിട്ട് പറയൂ. ഇതാണ് സംഭവം. ലുക്കിംഗ് വെരി ഡെലിഷ്യസ്. റിവ്യൂയിലേക്ക് പോകാം. എനിക്ക് റിവ്യൂ പറയാനുള്ളത്, ഓ ശരിയാ, എനിക്ക് പിസ്താഷ്യോ അകത്തേക്ക് വന്നിട്ടില്ല. ഞാൻ വെച്ചു പിസ്താഷ്യോ കുറവാ, ചോക്ലേറ്റ് കൂടുതലാണ്. പക്ഷെ എനിക്ക് കുനാഫ കുറവാണ് തോന്നുന്നത്. പിസ്താഷ്യോന്റെ കാണിക്കൂ അതിന്റെ ഉള്ളിൽ എന്താണെന്ന്. സ്റ്റഫിങ് അത് കാണിച്ചാൻ പറ്റില്ല, വായിലേക്ക് പോയി. ഓക്കെ. ഒരു ജനക്കൂട്ടുണ്ട്, പക്ഷെ ആരും തട്ടിയെടുക്കില്ല അമ്മു. ഓ ഇത് കഴിച്ചാ പിന്നെ കുറെ നേരത്തേക്ക് ഒന്നും വേണ്ടി വരില്ല. എനിക്കിത് ചോക്ലേറ്റ് ക്രപ്പ് പോലെ തോന്നി. എനിക്കങ്ങനെ ചോക്ലേറ്റിന്റെ ഒരു അതിപ്രസരം കാരണം ഈ കുനാഫയുടെ ഉണ്ട്. പക്ഷെ മറ്റേലൊക്കെ ഒരു കടിക്കുന്നുണ്ട്. ആ സ്നഡ സാധനം കടിക്കുന്നുണ്ട്. ഇതിൽ കടി കുറവാ, പക്ഷെ അടിപൊളി, സൂപ്പർ. ഇഷ്ടപ്പെട്ടു. ചോക്ലേറ്റ് കുറച്ചധികം ഉണ്ടെങ്കിലും ഇഷ്ടായി. പിന്നല്ല. ഹൗ ഇസ് യുവർ പിസ്താഷ്യോ ഷേക്ക്? വെരി ഹെൽത്തി. വെരി ഹെൽത്തി വാങ്ങണോ? കണ്ടിട്ട് തോന്നണില്ല, പക്ഷെ പക്ഷെ പേരിനിരിക്കട്ടെ. എന്റെ കോഫിയും തരക്കേടില്ല ഗൈസ്. കഴിച്ചു വന്നപ്പം ആ കുനാഫയുടെ കടി കിട്ടുന്നുണ്ട്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. സുഭാഷ്. കുനാഫ ഇല്ലാണ്ട് എന്ത് ദുബായ് അല്ലേ? ദുബായ് ഇല്ലാണ്ട് എന്ത് കുനാഫ? അമേരിക്കയിലെ ദുബായ് ചോക്ലേറ്റ് സൂപ്പർ. സ്വന്തം ബോൾവിന്റെ റെപ്രസെന്റേറ്റീവ് ആയ രാധിക മാധവൻ സംസാരിക്കുന്നു. വിളിക്കും. ഇങ്ങനെയാണ്, ഇങ്ങനെ കുനാഫ, ദുബായ് എന്ത് കേക്കായിരുന്നു പേരെന്നറിയില്ല, പക്ഷെ ഇവര് ബോൾവിൻകാര്. ഫോർ യുവർ ശ്രദ്ധയ്ക്ക്, ഞങ്ങള് ബോൾവിൻകാരല്ല എന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം അറിയില്ലാത്തവർക്ക്. പറച്ചിലാട്ടതൊന്നും ഈ കണ്ട സ്ഥലം മുഴുവൻ പോലെ. ഈ കാണുന്ന പറമ്പ് അങ്ങേയറ്റം വരെ രാധിക മാധവൻ. അത് സ്വന്തം ഏരിയയിലാണ്, വീടിന്റെ 2 മീറ്റർ. പക്ഷെ ഇതേവരെ ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയ പോലും ഇല്ല. എന്നിട്ടാണ് ജാട. മറ്റേ ഫ്ലാഷ് ബാക്ക് വീഡിയോ ഇടുന്നേ, മറ്റേ ഞങ്ങള് മെക്സിക്കോയിലായിരുന്നപ്പോ ഇത് പാലസ് ഒന്നും അല്ല, ഞങ്ങൾ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടിന്റെ താഴ്വഴി. അന്നത്തെ ഒരു ദുരന്ത് കുമാറായത്. അങ്ങനെ താങ്ക്സ് ടു ട്രീസാമയ്ക്ക് ഇന്ന് മേക്കപ്പ് ഇടണ്ടോ? 2-3 മണിക്കൂർ മേക്കപ്പ് ഉള്ളതുണ്ട് കോയില്. ഈസ്റ്ററിന് റെഡി ആവുന്നു. ട്രീസ റെഡി ആവാനുള്ള അറിയാണ്ട് പോണേന് ഇപ്പഴേ സുന്ദരി ആവാനായിട്ട്. മേക്കപ്പ് കുറച്ച് കൂടുതലാണോ കുട്ടി? കാപ്പയുണ്ട്. എന്റെ കാപ്പി നന്നായിട്ടുണ്ട് ഗൈസ്, കൊള്ളാം. പക്ഷെ കൊള്ളാത്ത പേരുള്ള ഒരു കാപ്പിയാണ്. എന്തായിരുന്നു? കാരമൽ മാക്കിയാട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തെങ്കിലും കർമുറ കിട്ടുമായിരിക്കുന്നു, പക്ഷെ ഒന്നുമില്ല. കെച്ചപ്പിന്റെ ബോട്ടിൽ കണ്ടപ്പോ ഞാനൊന്ന് സന്തുഷ്ടയായി ഒരു നിമിഷം. പക്ഷെ ഒരു ഇതൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് ബാക്കില്. അതേപ്പോ ഇവിടെ കെച്ചപ്പിന്റെ ബോട്ടിൽ. പക്ഷെ ഇവിടെ ഒന്നും അങ്ങനത്തെ ഒന്നും സേവറി ആയിട്ടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ കോഫിയിൽ നിർത്താന്ന് വിചാരിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും ഷേക്ക് എന്തെങ്കിലും വാങ്ങിച്ച് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകരെ a few moments later അച്ചാർ കിട്ടു. തൊട്ട് നക്കാൻ ഇച്ചിരി അച്ചാറാണ് തലക്കടിച്ച്. അമ്മുവിന്റെ തലക്കടിച്ചിരിക്കുകയാണ് ഗൈസ്. ആദ്യം വളരെയധികം ആർത്തിയോടെത്തുന്നതാ. അതെ, ഒരുപാട് എന്തൂസിയാസ്റ്റിക് ആയി തുടങ്ങിയെങ്കിലും ടു മച്ച്. എന്നത് തിന്നത് നിർത്തുവോ? അത് നിർത്തൂല. വാസനയുടെ കേക്ക് എങ്ങനെയുണ്ട് പറയൂ. ഇത് കണ്ട മനസ്സിലാവുമല്ലോ. എന്താണ് കേക്കിന്റെ പേര് പറയൂ? ദുബായ് ഹബ്ബ കേക്ക്. ദുബായ് ഹബ്ബ കേക്ക്. കേക്ക് വാസനയ്ക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. ആ പാത്രത്തിന്റെ പരിവ് കണ്ടാൽ അറിയാം, ഒരുപാട് ഇഷ്ടമായി. ഇവിടെ അമ്മു ഈസ് സ്ട്രഗ്ലിംഗ് ഗൈസ്.
രണ്ടെണ്ണം വേണ്ടി വരുമേ. മോളെ, how is your, what is that? Pistachio? Strawberry cup. It's a Dubai strawberry cup. Dubai strawberry cup. How is that? It's good? വൈറൽ സാധനം എല്ലാരും കാണിച്ചു. വൈറൽ സാധനം, വൈറലിന് എന്താന്ന് കണ്ടറിയണം. അതൊക്കെ കഴിച്ചിട്ട് എല്ലാം എന്താ ഓർഡർ ചെയ്യുന്നതിന്? അപ്പൊ ഇനി രാധിക മാധവൻ ആൻഡ് ഞാൻ പോയി ഓർഡർ രാധിക മാധവൻ നിർത്തി ഇപ്പൊ കൺട്രി രാധു. അത് വേറൊന്നുമല്ല ഗൈസ്, രാധിക ഒരു പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ട്. വണ്ടിയുടെ ഞാൻ കാണിച്ചു വണ്ടിയുടെ പേര് കൺട്രിമാൻ ആണ്. മിനി കൂപ്പറിന്റെ കൺട്രിമാൻ. അപ്പൊ ഞങ്ങള് രാധുവിന്റെ പേര് മാറ്റി കൺട്രി രാധു. ഒരു നല്ലൊരു വണ്ടി വാങ്ങിച്ചു. കഷണ്ടിക്കും മരുന്നില്ല. നല്ലൊരു വണ്ടി വാങ്ങിച്ച് പാവൻ രാധികയുടെ പേര് മാറി. അല്ല, വണ്ടി വാങ്ങിച്ച് രാധുവിന്റെ പേര് മോശമായി. നാട്ടിലും വീട്ടിലും ഒക്കെ മനക്കേടായി. കൺട്രി എന്ന പേര് വന്നു. എന്റെ അച്ഛനമ്മയും നല്ലൊരു പേര് എനിക്ക് ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം. നമ്മള് മധുരെല്ലാം അടിച്ച് ഫിറ്റായി തോന്നുന്നു. അതെ, ശരിക്കും ഇവിടെ ഒരു കള്ളു പിടിച്ച എഫക്റ്റിലാണ് ഷുഗർ അടിച്ച് കയറ്റിട്ട്. അവിടെ നോക്കൂ, നല്ല ഭംഗിയായി കഴിച്ചു തീർത്തു. ഈ കുട്ടി നമ്മുടെ കൂടെ വന്നിട്ട് നക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പിള്ളേര് വാസനാന്റിനെ ഒഴിവാക്കാൻ നോക്കി, പക്ഷെ വാസനാന്റി വിട്ടില്ല, അവിടെ തന്നെ ഇരുന്നു. കുറച്ച് ഇതടിച്ചാലോ? വാസനാന്റിക്ക് ഇതൊന്നും ഏക്കുന്നില്ല ഗൈസ്. വാസനാന്റി വളരെ ഹാപ്പിയാണ്. ഞാൻ കുറച്ച് ഷേക്ക് അടിക്കും. മത്ത് പിടിച്ചത് മാറാൻ വേണ്ടി. ഇതിന് മധുരം കുറവാണ്. ഇത് മറ്റേ ഭയങ്കര മധുരം ആദ്യമൊക്കെ ആയതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു മധുരം കുറഞ്ഞ ഷേക്ക് കുടിക്കാം. ഈ ലോജിക്ക് നിങ്ങൾ ആർക്കും മനസ്സിലാവുന്നില്ലെങ്കിൽ സാരമില്ല, എനിക്കും മനസ്സിലാവുന്നില്ല. എങ്ങനെയുണ്ട്? എരിവുള്ളതില്ല. ഇത്ര കഷ്ടപ്പെട്ട് ഒരു ഷേക്ക് കുടിക്കുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ആരെ തോപ്പിക്കാം. രാധിക മാധവന്റെ ഷേക്ക് ഇതാ കുറച്ച് കുടിച്ചു പോയി. ഗൈസ്, എവിടെയായിരുന്നു ഗൈസ്? എന്റെ പേഴ്സ് ഇല്ലാണ്ട് ഞാൻ ഇറങ്ങി വന്നു. പകുതി ലിപ്സ്റ്റിക് ഒക്കെ പോയി ഗൈസ്. അത് പോയി. ഇടക്കിടക്ക് മേക്കപ്പ് ടച്ച് ചെയ്യാൻ സമയമില്ല. അപ്പൊ നമ്മള് ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടാ പോയത്. ഇവിടെ എല്ലാവരും ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടാ അവിടെ ചെന്നിട്ടുള്ളത്. ഭയങ്കര തിരക്ക്. അതെ. അപ്പൊ അടിപൊളിയായിരുന്നു. ബൈ ബൈ. ബൈ.